മർക്കടസ്യ സുരാപാനം മധ്യേ വൃശ്ചിക ദംശനം തന്മതി. ഈ കുരങ്ങാണെങ്കിൽ കള്ളു കുടിച്ചു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഓൾറെഡി വെകിൽ പിടിച്ചിരിക്കുന്ന കുരങ്ങ് കള്ളു കുടിച്ച ഏത് ലെവലിൽ പോകും? അങ്ങനെ ആ ലെവലിലുള്ള കുരങ്ങിനെ വന്നിട്ട് തേളും. ഇറിഡിയം സ്പാർക്ക് പ്ലഗ് അങ്ങനെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു സ്പാർക്ക് പ്ലഗിലെ ഇലക്ട്രോഡിന് ആ വാൽവ് ഓപ്പൺസിലൊക്കെ പോയിട്ട് ഈ കാർബൺ ഡെപ്പോസിറ്റ് വരികയും അതിന് പൂർണ്ണമായിട്ട് ക്ലോസ് ആവാൻ പറ്റാതെ വന്നാൽ കംപ്രഷൻ ലീക്കേജ് അങ്ങനത്തെ മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പോകും. നിങ്ങൾ ആരെങ്കിലും വണ്ടി ഡീകാർബണൈസേഷൻ ചെയ്യാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്, അതായത് നമ്മുടെ വാഹനത്തിന് മൈലേജ് ഭയങ്കരമായിട്ട് കുറയുക, പെർഫോമൻസ് കുറയുക, നല്ല ഓടിയ വണ്ടിയൊക്കെയാണ് ഈ പുക തള്ളുക, ഇങ്ങനത്തെ പ്രശ്നമൊക്കെ വരുമ്പോഴത്തേനും ചിലരൊക്കെ എന്ത് ചെയ്യും, നേരെ കൊണ്ടുപോയിട്ട് ഡീകാർബണൈസേഷൻ ഷോപ്പുകളിൽ പോയിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ ഈ പ്രോസസ്സ് ചെയ്യും. അപ്പോൾ എന്തൊരു സിറ്റുവേഷനാണ് നമ്മളെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ട് എത്തിക്കുന്നത്? അതായത് എഞ്ചിനിൽ ഇങ്ങനെ ഒരു കാർബൺ ഡെപ്പോസിറ്റ് ഒക്കെ എങ്ങനെ ഉണ്ടാവുന്നു? അപ്പോൾ ഇപ്പോൾ പറഞ്ഞ അതുപോലെ മൈലേജ് കുറയുക, പെർഫോമൻസ് കുറയുക, ഈ ഒരു കാരണങ്ങൾക്കൊക്കെ ആയിട്ട് പുറകിൽ ഒത്തിരി പല പല ഫാക്ടേഴ്സ് കാരണങ്ങളായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഇഗ്നിഷൻ കോയിൽ എങ്ങനെ ഒരു വില്ലൻ ആവുന്നു എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്പാർക്ക് പ്ലഗ് എങ്ങനെ ഒരു വില്ലൻ ആവുന്നു എന്നതിനെക്കുറിച്ച് മാത്രമല്ല ഇതിൻ്റെ വർക്കിംഗ്, പിന്നെ നമ്മളൊരു സ്പാർക്ക് പ്ലഗ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഇരിക്കുന്നതെന്നും കൂടെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. സോ വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് ഓൺ വീൽസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമുക്ക് രണ്ട് രീതിയിലുള്ള സംസാരങ്ങൾ നടത്തി നോക്കാം. അതായത് ഒരു കോമണറിന് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ സ്പാർക്ക് പ്ലഗ് പോയാൽ വണ്ടി എന്തൊക്കെ സിംറ്റംസ് കാണിക്കും, ഇത് എപ്പം മാറണം, എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് സ്പാർക്ക് പ്ലഗ് പോകാം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ടെക്നിക്കലായിട്ട് സ്പാർക്ക് പ്ലഗിനെ ഒന്ന് പരിചയപ്പെടണം, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പം ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സാധാരണക്കാരന് മനസ്സിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ നമ്മുടെ എയർ ഫ്യൂൽ മിക്സ്ചർ, നമ്മുടെ എഞ്ചിൻ്റെ കമ്പസ്റ്റൻ ചേമ്പറിൽ വരുന്ന എയർ ഫ്യൂൽ മിക്സ്ചറിന് കത്താനായിട്ട് ആവശ്യമായ സ്പാർക്ക് കൊടുക്കുകയാണ് ഈ ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇപ്പോൾ വാഗണറിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം 3 സിലിണ്ടർ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഓരോ സിലിണ്ടറിലും ഓരോ സ്പാർക്ക് പ്ലഗ് വെച്ചാൽ 3 സ്പാർക്ക് പ്ലഗ് നമ്മുടെ ഈ വണ്ടിക്കകത്തുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ നമ്മുടെ ഒരു എഞ്ചിൻ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര സിലിണ്ടറാണോ നിങ്ങളുടെ വണ്ടിയിലുള്ള അത്രയും സിലിണ്ടറിലും എത്രയൊക്കെ സ്ട്രോക്കാണ് നമുക്കറിയാം, 4 സ്ട്രോക്കാണ് നടക്കേണ്ടത്. ആ 4 സ്ട്രോക്കും വളരെ സ്മൂത്തായിട്ട് പക്ക ടൈമിങ്ങിൽ നടന്നാൽ നമ്മുടെ എഞ്ചിനിൽ നിന്ന് ഒരു അപശബ്ദങ്ങളും കേൾക്കത്തില്ല, എഞ്ചിൻ മര്യാദയ്ക്ക് റൺ ചെയ്യും എന്നുള്ളതാണ്. അതേസമയം എഞ്ചിൻ ഏതെങ്കിലും ഒരു സിലിണ്ടറിൽ പ്രോപ്പറായിട്ട് വർക്കിംഗ് നടന്നില്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന സൗണ്ടിൽ വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ ഇതിന് മുന്നേ ഇഗ്നിഷൻ കോയിലിൻ്റെ വീഡിയോയിലും പറഞ്ഞു, ഇഗ്നിഷൻ കോയിൽ വർക്ക് ആയില്ലെങ്കിൽ വണ്ടിക്ക് അത് കുതുകുതുതാന്ന് പറയുന്ന സൗണ്ട് കേൾക്കും. അങ്ങനെയുള്ള സൗണ്ട് നമുക്ക് സ്പാർക്ക് പ്ലഗിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ട് നിങ്ങളുടെ വണ്ടിയിൽ നിന്ന് വരും. കാരണം വളരെ ബാലൻസ്ഡ് ആയിട്ട് ഈ 3 സിലിണ്ടറിൽ സ്പാർക്ക് നടക്കുന്നതിൻ്റെ ഫലമായിട്ട്, പൊട്ടിത്തെറി നടക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾ കേൾക്കുന്ന സൗണ്ട് ഒരു ലീനിയറായിട്ട് ഇങ്ങനെ പോകും. അതേസമയം ഒരു സിലിണ്ടറിൽ ഈ പ്രവർത്തനം നടക്കാതെ വന്നാൽ നമ്മൾ കേൾക്കുന്ന സൗണ്ടിൽ ഒരു വേരിയേഷൻ ഉണ്ടാകും. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതാണ്. മാത്രമല്ല നമുക്കൊരു സ്പാർക്ക് നടന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഒരു ആലോചിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ കത്താനായിട്ട് കയറി വന്ന ഫ്യൂവല് ബേൺ ആകാത്ത ഒരു അവസ്ഥ വരുന്നുണ്ടല്ലോ സ്പാർക്ക് പ്ലഗ് വർക്ക് ചെയ്താൽ. മുഴുവനായിട്ട് കത്തേണ്ട രീതിയിൽ ബേൺ ആയില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഇത് കത്താതെ വെളിയിൽ പോകുമ്പോഴത്തേനും എന്തുണ്ടാവും, പെർഫോമൻസും മടുപ്പുണ്ടാകും. കാര്യം ആ ഒരു ഫ്യൂവല് കത്തിയിട്ട് നമുക്ക് കിട്ടേണ്ടിയിരുന്ന പവർ ഔട്ട്പുട്ട് കിട്ടാതെ വരുമ്പോഴത്തേനും നമുക്കറിയാൻ പറ്റും കാല് കൊടുത്താലും വണ്ടി നമുക്ക് ഇതിന് മുന്നേ തന്നുകൊണ്ടിരുന്ന ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടാത്തൊരവസ്ഥ വരും. ഇപ്പോൾ എ സിയും കൂടി ഇടുവാണെന്നുണ്ടെങ്കിൽ ഒട്ടും വണ്ടി അങ്ങോട്ട് ഒരു എന്താണ് ഭയങ്കര മടുപ്പ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മൈലേജ് മടുപ്പ്, പെർഫോമൻസ് മടുപ്പ്, പിന്നെ പുകയിൽ മാറ്റങ്ങൾ വരാറുണ്ട്. ഇച്ചിരി ഒരു എന്താണ് അത് വരുന്നതിൻ്റെ കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് പുകയിലേക്ക് നമുക്ക് കയറാം. അപ്പം നമുക്ക് പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ഈ ഒരു സ്പാർക്ക് പ്ലഗ് കംപ്ലൈൻ്റ് ആവുന്നത് എന്ന് നമുക്ക് നോക്കുമ്പോൾ ആദ്യത്തെ ഏറ്റവും വളരെ സിമ്പിളായിട്ടുള്ള ഒരു കംപ്ലൈൻറ്റിൻ്റെ ചാൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങൾക്കും ഒരു എക്സ്പയറി ഉണ്ട്. അപ്പോൾ ഇതിനും ഒരു എക്സ്പയറി ഉണ്ട്. ഇപ്പം നമ്മുടെ വാഗണാറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 40,000 കിലോമീറ്ററിലൊക്കെ സ്പാർക്ക് പ്ലഗ് ചേഞ്ച് ചെയ്യണമെന്ന് പറയുന്നു. അത് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലയളവിനുള്ളിൽ തന്നെ ഇതുണ്ട്. നമ്മുടെ സ്പാർക്ക് പ്ലഗിന് ഇവിടെ ഒരു സ്പാർക്ക് പ്ലഗ് ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു വിടവുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പാർക്ക് പ്ലഗ് ഗ്യാപ്പ്. ഈ ഗ്യാപ്പ് നമ്മുടെ ഈ സ്പാർക്ക് പ്ലഗ് വർക്ക് ചെയ്യുന്നതനുസരിച്ച് ചെറുതായിട്ട് കൂടിക്കൂടി വരും ഒരു കാലയളവ് കഴിഞ്ഞാൽ. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ഈ ഒരു സ്പാർക്ക് പ്ലഗിനെ എഫിഷ്യൻ്റ് ആയിട്ട് ആ ഒരു സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാതെ വരികയും ഇപ്പം ഞാൻ പറഞ്ഞുള്ള സംഭവങ്ങൾ വരികയും ചെയ്യും. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ സ്പാർക്ക് പ്ലഗ് കേടാന്നുള്ള വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലിണ്ടർ സ്ലീവ്സ്, അതുപോലെ തന്നെ നമ്മുടെ പിസ്റ്റൺ റിങ്സ് ഇല്ലേ, ഇതിനൊക്കെ കംപ്ലയിൻറ്റ് വരും, അല്ലെങ്കിൽ വാൽവ് ഗൈഡ്സൊക്കെ പ്രശ്നങ്ങളായാൽ ഓയിൽ നമ്മുടെ ഇതിനകത്തോട്ട് കയറി ചെല്ലുകയും ഓയിൽ കൂട്ടിയിട്ട് അവിടെ ഒരു എന്താണ് ഇഗ്നിഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഈ ഒരു സ്പാർക്ക് പ്ലഗുകൾ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ സിലിണ്ടറിനുള്ളിൽ ഓയിൽ വന്ന് കത്തിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇത് എടുത്തു കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു ഓയിലി മയം കാണും, അതുപോലെ തന്നെ ചെറുതായിട്ട് കറുത്ത് ഭയങ്കര അത്യാവശ്യം ഡേർട്ടായിട്ടിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു എഞ്ചിൻ്റെ ഉള്ളിൽ
എന്താണ് ഈ ഒരു ഓയിൽ വന്ന് കത്തുന്നതിൻ്റെയും അത് ഇല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കൂളൻ്റ് വന്ന് കത്തിയാലും ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ കൊണ്ടിട്ട് സ്പാർക്ക് പ്ലഗ് കംപ്ലൈൻ്റ് ആയി കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ സെനേറിയോയിലാണ് ഈ ഒരു സ്പാർക്ക് പ്ലഗ് കംപ്ലൈൻ്റ് ആകുന്നത്. നോർമലായിട്ട് കംപ്ലൈൻ്റ് ആകുന്നത് ഇങ്ങനെ എന്താണ് ഓയിലൊക്കെ കയറി കത്തുന്നതും അതുപോലെ തന്നെ മാറ്റേണ്ട ഒരു ടൈം പീരീഡിൽ മാറ്റാത്തതും കൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ വണ്ടിക്ക് ഏത് സമയത്താണോ ഇത് മാറേണ്ടത് ആ സമയത്ത് തന്നെ കറക്റ്റായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒന്ന് ഒഴിവാക്കാം. അടുത്തായിട്ട് സ്പാർക്ക് പ്ലഗുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു സെനോറിയോ പറയാം. നിങ്ങൾ ആരെങ്കിലും വണ്ടി ഡീകാർബണൈസേഷൻ ചെയ്യാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്, അതായത് നമ്മുടെ എഞ്ചിനിൽ കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടാകുകയും അത് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഷോപ്പിൽ പോയിട്ട് അവരത് ചെയ്തു തരുന്നൊരു പ്രക്രിയ. എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു എഞ്ചിൻ്റെ അകത്ത് ഇങ്ങനെ കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടാകുന്നത്? അതിന് പല പല ഫാക്ടേഴ്സ് കാണാം. നമുക്കറിയാമല്ലോ, നമ്മുടെ എഞ്ചിനിലെ എയറും ഫ്യൂലും കത്തേണ്ട ഒരു നിശ്ചിത റേഷ്യോ ഉണ്ട്. ആ റേഷ്യോയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടൊക്കെ നമുക്കിതുപോലെ കാർബൺ ഡെപ്പോസിറ്റ്, അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, പെർഫോമൻസ്, മൈലേജ്, അത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇമ്പാക്ട് ചെയ്യുന്ന പല പല ഫാക്ടേഴ്സ് ഉണ്ട്. അതിലെ ഒരു ഫാക്ടറായിട്ട് വരുന്ന ഒരു ആളും കൂടെയാണ് ഈ ഒരു സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മുടെ ഏത് സിലിണ്ടറിലെ പ്ലഗിനാണോ കംപ്ലൈൻറ്റ് ആ ഒരു സിലിണ്ടറിലേക്ക് കയറി വരുന്ന നമ്മുടെ എയർ ഫ്യൂൽ മിക്സറിനെ പൂർണ്ണമായിട്ടും കത്താനായിട്ട് പറ്റത്തില്ലോ ഈ സംഭവം കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? അതുമൂലം കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടാവുകയും നമ്മൾ പിന്നെയും അങ്ങനെ തന്നെ വണ്ടി ഓടുവാണല്ലോ, അത് കൂടിക്കൂടിയേ വരുന്നല്ലോ. ഗ്രാജുവലി ആ കാർബൺ ഡെപ്പോസിറ്റ് കൂടുന്നതനുസരിച്ച് നമ്മുടെ വാൽവ് ഓപ്പണിങ്സ് ഉണ്ടല്ലോ, ആ വാൽവ് ഓപ്പണിങ്സിലൊക്കെ പോയിട്ട് ഈ കാർബൺ ഡെപ്പോസിറ്റ് വരികയും അതിന് പൂർണ്ണമായിട്ട് ക്ലോസ് ആവാൻ പറ്റാതെ വന്നാൽ കംപ്രഷൻ ലീക്കേജ് അങ്ങനത്തെ മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പോകും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു കുഞ്ഞൻ സാധനത്തിനെ എപ്പോഴാണോ റീപ്ലേസ് ചെയ്യേണ്ടത് ആ സമയത്ത് മാറുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് തലവേദനയിൽ നിന്നൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഈ ഒരു സ്പാർക്ക് പ്ലഗിനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് പരിചയപ്പെടാം, വർക്കിങ്ങും മറ്റ് മെയിനായിട്ട് ഇതിൻ്റെ അകത്തിരിക്കുന്ന പാർട്സുകളെ കുറിച്ച്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്പാർക്ക് പ്ലഗിനെ വെക്കുന്നത്. അതായത് നമുക്ക് ആദ്യം വോൾട്ടേജ് വരുന്നത് മേളിലേക്കായിരിക്കും, അതിന് ശേഷം താഴെ നിന്ന് പോയിട്ട് ഇവിടെയായിട്ടാണ് സ്പാർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മേളിലായിട്ട് നിങ്ങൾ കാണുന്ന പോർഷനെ നമ്മൾ ടെർമിനൽ അല്ലെന്നുണ്ടെങ്കിൽ കണക്ടർ എന്നൊക്കെ പറയും. അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മുടെ ആ ഒരു ഇഗ്നിഷൻ കോയിലിൽ നിന്നുള്ള ഹൈ വോൾട്ടേജിനെ നമുക്ക് ടെർമിനലിലേക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ സ്പാർക്ക് പ്ലഗിൽ കാണുന്ന ഒരു വെളുത്ത പോർഷൻ കണ്ടോ, ഇതിനെ നമ്മൾ ഇൻസുലേറ്റർ എന്ന് പറയുന്നു. നിങ്ങൾ കാണുന്ന ഈ പോർഷനിൽ മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിൽ കൂടെയും അങ്ങ് താഴെ വരെ നമ്മുടെ ഒരു ഇൻസുലേഷൻ പോയിട്ടുണ്ട്. അതിനുശേഷം ഈ വരുന്നൊരു മെറ്റൽ പോർഷനാണ് നമ്മുടെ ഹൗസിങ്, അല്ലെങ്കിൽ നമ്മൾക്കൊരു മെറ്റൽ ഷെല്ലെന്ന് പറയാം. അതിൻ്റെ മുകളിൽ നമുക്ക് എന്താണ് എഞ്ചിനിലേക്ക് തന്നെ ഫിറ്റ് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് ഉള്ളൊരു ഷേപ്പിൽ ഇതുണ്ട്, ഒരു ഹെക്സ് നട്ടെന്ന് നമ്മളിതിനെ പറയുന്നു. അതിന് ശേഷം കറക്റ്റ് അവിടെ പോയിട്ട് തിരിഞ്ഞ് പ്ലേസ് ആവാനായിട്ട് താഴെയായിട്ട് ത്രെഡുണ്ട്. ഇവിടെ ആയിട്ട് കണ്ടു നമുക്കൊരു ഗ്യാസ്കറ്റ് അല്ലെങ്കിൽ വാഷർ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ട് ഇതുണ്ട്, ഇതിനെ നമ്മൾ സെൻട്രൽ ഇലക്ട്രോഡ് എന്ന് പറയും. ഇതിനെ നമ്മൾ ഗ്രൗണ്ട് ഇലക്ട്രോഡ് അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്ട്രാപ്പ് എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് വെളിയിൽ നിന്ന് നോക്കിയാൽ ഒരു സ്പാർക്ക് പ്ലഗിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന പോർഷൻ എന്ന് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കൂടെയും ഒരു സംഭവം ഇങ്ങനെ ഇറങ്ങി പോയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെ കുറച്ച് എന്താണ് അടുത്ത് കാണാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ വെട്ടിപ്പൊളന്ന് വെച്ചേക്കുന്നത്. അപ്പം ഇതിനെ പരിചയപ്പെടുന്ന അനുസരിച്ച് നമുക്ക് വർക്കിങ്ങും കൂടെ പറഞ്ഞു പോകാം. അപ്പോൾ രണ്ടും പാരലായിട്ട് ഒരുമിച്ച് പൊക്കോളല്ലോ. അപ്പോൾ സ്പാർക്ക് പ്ലഗിൻ്റെ വർക്കിംഗ് എന്നാണ്? അതായത് നമുക്ക് സ്പാർക്ക് പ്ലഗിൻ്റെ ഏറ്റവും മുകളിലേക്ക് ഒരു ഹൈ വോൾട്ടേജ് കിട്ടി. ആ ഹൈ വോൾട്ടേജിനെ താഴെ ഈ ഒരു ഗ്യാപ്പിൽ വരെ കൊണ്ടുവരണം. അതിനുശേഷം അവിടെയുള്ള എയർ ഫ്യൂൽ മിക്സ്ചറിന് ആ സ്പാർക്ക് കൊടുക്കണം, എയർ ഫ്യൂൽ മിക്സ്ചറിനെ കത്തിക്കണം. ഇത്രയാണല്ലോ ഈ ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ ധർമ്മം. ഇതെങ്ങനെയാണ് ഈ ഒരു സ്പാർക്ക് പ്ലഗ് നിറവേറ്റുന്നത്? ഓക്കെ, അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 40,000 വോൾട്ട് ആ ഒരു രീതിയിലുള്ള വോൾട്ടേജ് ഇവിടെ വന്നു. അതിനുശേഷം ഈ ഒരു വോൾട്ടേജ് താഴെ വരെ എത്തണം. ഇതിൻ്റെ ഇടയ്ക്കൊന്നും ഇത് എസ്കേപ്പായി പോകാനായിട്ട് പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ത്രൂ ഔട്ട് ഈ മേള് തൊട്ട് താഴെ വരെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഇൻസുലേറ്ററിനെ കൊടുത്തിട്ടുണ്ട്, ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ട്. ഇൻസുലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അതിനൊരു ബാരിയർ വെച്ചേക്കാണ്, അതെങ്ങോട്ടും ചാടിപ്പോയിരിക്കണം. ഈ ഒരു ഹൈ വോൾട്ടേജ് താഴെ എത്തി അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്നതിന് മുന്നേ ആയിട്ട് എങ്ങോട്ടും ചാടിപ്പോല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻസുലേറ്റർ വെച്ചേക്കുന്നത്. ഈ ഒരു ഇൻസുലേറ്ററിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഞാൻ പറഞ്ഞത് കട്ട് ചെയ്യാൻ അപാര പാടാണ്, അത്രയും മെക്കാനിക്കൽ സ്ട്രെങ്ത് ഉള്ള സാധനമാണ്. ഇതൊരു സെറാമിക് മെറ്റീരിയലാണ് കേട്ടോ. അലുമിനിയം ഓക്സൈഡിൻ്റെ ഒരു സെറാമിക് മെറ്റീരിയൽ കൊണ്ടാണ് ഈ ഒരു ഇൻസുലേറ്ററിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിന് ഇത്രയും ഒരു മെക്കാനിക്കൽ സ്ട്രെങ്ത് കിട്ടിയത്. മാത്രമല്ല അതിന് കുറേ പിന്നെയും ഒത്തിരി അഡ്വാൻറ്റേജ് ഉള്ള സാധനമാണ്. ഇതിന് മുന്നേ പണ്ടൊക്കെ നമ്മൾ പോർസലിനൊക്കെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിനെ വെച്ച് നോക്കുമ്പോൾ തന്നെ അതിന് മെക്കാനിക്കൽ സ്ട്രെങ്ത് ഇത്ര ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ തെർമൽ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ പാർട്സിലെ എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യണം അതിലൊക്കെ കടന്നു കൂടുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ബാക്ക് ടു ദ പോയിന്റ്. അപ്പം നമുക്കിവിടെ വോൾട്ടേജ് കിട്ടി. അപ്പോൾ ഈ വോൾട്ടേജ് എങ്ങോട്ടും എസ്കേപ്പ് ആവല്ലേ. അപ്പോൾ ഈ ഒരു വോൾട്ടേജ് മേളിൽ കിട്ടിയ വോൾട്ടേജിനെ നമുക്കിതുണ്ട്, താഴെയായിട്ട് നമുക്ക് ഗ്രൗണ്ട് ഇലക്ട്രോഡും ഉണ്ട്.
ഈ നടുക്കായിട്ടിരിക്കുന്നത് അതിലേക്കാണ് എത്തിക്കേണ്ടത്. ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കൊരു സ്റ്റെമ്മ് പോകുന്നുണ്ട്, ഒരു സെൻട്രൽ സ്റ്റെം ഇല്ലെങ്കിൽ ഒരു സെൻട്രൽ ഷാഫ്റ്റ് എന്നൊക്കെ പറയാം, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ടെർമിനലിൽ നിന്ന് നമുക്ക് ഹൈ വോൾട്ടേജിനെ ആരെടുത്തുകൊണ്ട് പോകുന്നു, നടുക്കൂടെ ആ ഒരു സ്റ്റെം എടുത്തുകൊണ്ട് പോയിട്ട് ലാസ്റ്റായിട്ട് കൊണ്ടുപോയിട്ട് നമ്മുടെ ആ ഒരു സെൻട്രൽ ഇലക്ട്രോഡിന് കൊടുക്കുന്നു. ഈ ഒരു സെൻട്രൽ ഇലക്ട്രോഡിൻ്റെ അറ്റം വരെ നമ്മുടെ ഹൈ വോൾട്ടേജ് ഇങ്ങനെ വന്ന് നിൽക്കും. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിന് ശേഷം ഇവിടെ ഒരു ഗ്യാപ്പാണ്. നിങ്ങൾ കണ്ടു, ഈ ഗ്യാപ്പിനെ നമ്മൾ സ്പാർക്ക് പ്ലഗ് ഗ്യാപ്പ് എന്നാണ് പറയുന്നത്. ഈ ഒരു ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് എന്തായിരിക്കും സ്വാഭാവികമായിട്ടുള്ളത്? ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ സിലിണ്ടറിലേക്ക് ഇറങ്ങിയിരിക്കുന്ന പോർഷനാണ് ഇവിടെ നിന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സിലിണ്ടറിൽ കത്താനായിട്ട് ആവശ്യമായി എന്ത് വന്ന് നിൽപ്പുണ്ടായിരിക്കും, എയർ ഫ്യൂൽ മിക്സർ വന്ന് നിൽപ്പുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്യാപ്പിൽ ആ സമയത്തുള്ളത് എയർ ഫ്യൂൽ മിക്സർ ആയിരിക്കും. എയറിൻ്റെ ഒരു പ്രത്യേകത എന്നാ, എയറിൽ കൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോവോ? ഇല്ല. അതായത് എയർ ഒരു എന്താ നമ്മളതിന് പറയുന്നത് ചാലകമല്ല, വൈദ്യുതി കടത്തി വിടുന്ന ഒരു ചാലകമല്ലല്ലോ എയർ. അപ്പം അതായത് നമ്മൾ ഇങ്ങനെ ഒരു വൈദ്യുതി കടന്നു വത്ത ഒരു സാധനത്തിൽ, ഇപ്പോൾ പ്ലാസ്റ്റിക് വൈദ്യുതി കടത്തി വിടുന്നില്ല. അപ്പോൾ ഇങ്ങനെ വൈദ്യുതി കടത്തി വിടാത്ത ഒരു സാധനങ്ങൾക്കൊക്കെ ഉള്ള ഈ ഒരു കഴിവിനെ നമ്മൾ അതിൻ്റെ ഒരു ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയും, അല്ലെങ്കിൽ ആ ഒരു ഇൻസുലേറ്റിംഗ് പവർ, അതിൻ്റെ ആ ഒരു ഇൻസുലേറ്റിംഗ് സ്ട്രെങ്ത് ഉണ്ട്. പക്ഷേ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു സോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ ഈ ഒരു വൈദ്യുതി കടത്തി വിടാതിരിക്കാനുള്ളൊരു കഴിവുണ്ടെങ്കിലും ആ കഴിവിലും അതിനൊരു പരിമിതിയുണ്ട്. എന്താണ് ഒരു സെർട്ടൻ സെനേരിയോയിൽ അതിന് കഴിവ് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ എയറിനും ഇങ്ങനെ അതിൻ്റെ ആ ഒരു വൈദ്യുതിയെ കടത്തി വിടാതിരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നുണ്ട്. അതിന് അത്രയും ഒരു ഹൈ വോൾട്ടേജ് കിട്ടുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ നമ്മൾ ആ ഒരു ഇഗ്നിഷൻ കോയിലിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഇത്രയും വലിയ വോൾട്ടേജ് ഒക്കെ എന്തിനാണ് ഇതിന് കൊടുക്കുന്നത്, ഒരു ചെറിയൊരു തീപ്പൊരി ഉണ്ടാക്കാനായിട്ട്. അതിൻ്റെ കാരണം ഇതാണ്, ഇവിടെ നമുക്ക് ഈ വൈദ്യുതിനെ കടത്തി വിടേണ്ടത് എയറിൽ കൂടെ കടത്തി വിടണം. അപ്പോൾ എയറിൽ കൂടെ ഒരു വൈദ്യുതി പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഹൈ വോൾട്ടേജ് ആവശ്യമാണ്. കാരണം വൈദ്യുതി പാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഉള്ള ഇതിലൂടെ ഒരു ചാലകത്തിലൂടെ വൈദ്യുതിക്ക് പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു എയറിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ മറ്റേ ആറ്റം ഘടനയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫ്രീ മൂവിങ് ഇലക്ട്രോൺസ് ഇല്ല. അപ്പോൾ അതിനെ ആ ഒരു സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു മോളിക്യൂളിൻ്റെ ആ ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രക്രിയ ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്രയും ഹൈ വോൾട്ടേജ് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു എയറിനെ അയണൈസ് ചെയ്യുന്നു, അതായത് അതിൻ്റെ സ്ട്രക്ചറിൽ മാറ്റം വരുത്തി അയണൈസ് ചെയ്യുന്നു. അങ്ങനെ അതിനെ അവിടെ ഒരു പ്ലാസ്മ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഉണ്ടാകുന്ന പ്ലാസ്മയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഹൈ വോൾട്ടേജിനെ വളരെ ഈസി ആയിട്ട് ഇപ്പുറത്തുള്ള നമ്മുടെ ഗ്രൗണ്ട് സ്ട്രാപ്പ് അഥവാ ഗ്രൗണ്ട് ഇലക്ട്രോഡിലേക്ക് പാസ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ നല്ലൊരു ടെമ്പറേച്ചർ ഉണ്ടാകുകയും ആ ഒരു ടെമ്പറേച്ചർ കാരണമാണ് ഈ ഒരു ഏരിയയിൽ അപ്പോൾ ഉള്ള നമ്മുടെ ഒരു എയർ ഫ്യൂൽ മിക്സർ കത്തുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ മാത്രമുള്ളത് കത്തുന്നു. പിന്നെ ആ കത്തിയ സംഭവങ്ങൾ, ആ ഒരു ചെറിയതായിട്ട് കത്തിയ ഒരു ഗോളം ഉണ്ടല്ലോ, ആ ഗോളമാണ് പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള മറ്റ് ചുറ്റും നിൽക്കുന്ന സറൗണ്ടിങ്സിലുള്ള എയർ ഫ്യൂൽ മിക്സറിനെ കത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രക്രിയ ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ ഹൈ വോൾട്ടേജ് നമ്മുടെ സ്പാർക്ക് പ്ലഗിന് ആവശ്യമാണ്. ആ ഒരു ഹൈ വോൾട്ടേജ് ഉണ്ടാക്കാനായിട്ടാണ് ഇഗ്നിഷൻ കോയിൽ എന്ന് പറയുന്ന ആ ഒരു സ്റ്റെപ്പ് ട്രാൻസ്ഫോമറൊക്കെ നമ്മുടെ വണ്ടിക്കകത്ത് സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. ഏകദേശം നിങ്ങൾക്ക് പാർട്സും ഐഡിയ ഒക്കെ ഒന്ന് കിട്ടിയല്ലോ. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം എന്താണെന്ന്. ഇനി ഞാൻ പിളന്ന് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മുറിച്ച് വെച്ചേക്കുന്നത് നമ്മുടെ സ്പാർക്ക് പ്ലഗ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇതുണ്ടോ നമ്മുടെ ആ ഒരു ടെർമിനലിൽ കണക്ടർ കഴിയുമ്പോൾ തൊട്ട് തന്നെ നമുക്ക് ആ ഒരു ഫുള്ളായിട്ട് ആ ഒരു സെറാമിക് മെറ്റീരിയൽ കൊണ്ട് കോട്ട് ചെയ്തേക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇത് ഇവിടെ മാത്രമല്ല, അതായത് വെളിയിൽ നിന്ന് കാണുന്നതുണ്ടോ ഇത്രയും പോർഷൻ, നമുക്ക് ആ ഒരു ഹൗസിങ്ങിന് തൊട്ട് മേളിൽ വരെ ഉള്ളൊരു പോർഷൻ നമുക്ക് വെളിയിൽ നിന്ന് വിസിബിലിറ്റി ഉള്ളൂ. പക്ഷേ കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും അങ്ങ് താഴെ വരെയും അത് പോകുന്നുണ്ട്. അതായത് ഏകദേശം നമ്മുടെ ഈ ഒരു നമ്മൾ വെളിയിൽ കാണുന്നതിന് തൊട്ട് മുന്നേ വരെയും നമുക്ക് ആ ഒരു സെറാമിക് കോട്ടിങ്, ആ ഒരു ഇൻസുലേഷൻ പോകുന്നുണ്ട്. അതിന് ശേഷമായിട്ട് നമുക്ക് ചെറിയൊരു റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അതായത് സ്പാർക്ക് ഉണ്ടാകുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫിയറൻസ് മറ്റ് നമ്മുടെ വാഹനത്തിലുള്ള സർക്യൂട്ടുകളൊന്നും ബാധിക്കാതിരിക്കാണ്ട് ചെറിയൊരു റെസിസ്റ്റർ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു സെൻട്രൽ ഇലക്ട്രോഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു സെൻട്രൽ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഏത് മെറ്റീരിയൽ കൊണ്ടാണോ നമ്മുടെ സെൻട്രൽ ഇലക്ട്രോഡ് അല്ലെങ്കിൽ ഇലക്ട്രോഡിനെ ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഒരു മെറ്റീരിയലിൻ്റെ പേര് വെച്ചിട്ടാണ് നമ്മുടെ സ്പാർക്ക് പ്ലഗുകൾ അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇറിഡിയം സ്പാർക്ക് പ്ലഗ്, അങ്ങനെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു സ്പാർക്ക് പ്ലഗിലെ ഇലക്ട്രോഡിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഇറിഡിയം ആണെന്നുള്ളതാണ്. പക്ഷേ ഇറിഡിയം ഒക്കെ ഇച്ചിരി നമ്മുടെ നോർമൽ സ്പാർക്ക് പ്ലഗിനെ അപേക്ഷിച്ച് നോക്കും കുറച്ച് കൂടെ കോസ്റ്റ്ലി ആണ്. അപ്പോൾ ഇറിഡിയം മാത്രമല്ല പ്ലാറ്റിനം ഒക്കെ അങ്ങനെ പല പല മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള പ്രഷ്യസ് മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള സ്പാർക്ക് പ്ലഗുകൾ അവൈലബിൾ ആണ്. ഇന്നും അങ്ങനെയുള്ള പുതിയ പുതിയ ടെക്നോളജിയൊക്കെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈവൻ ഈ ഒരു ഇറിഡിയത്തിൻ്റെ കൂടെ തന്നെ റോഡിയം ഒക്കെ മിക്സ് ചെയ്തുകൊണ്ടൊക്കെ പല പല കോമ്പിനേഷൻസ് അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നോർമൽ ഉള്ളൊരു സ്പാർക്ക് പ്ലഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നിക്കൽ അലോയ് ആണ് വരുന്നത്. മാംഗനീസും നമ്മുടെ ടങ്സ്റ്റണും സിലിക്കോണും ഒക്കെ വെച്ചിട്ടുള്ള ഒരു അലോയ് ബേസിലാണ് വരുന്നത്. അതിന് ശേഷം ഇത് കണ്ടു, ഇതിങ്ങനെ ഇറങ്ങി ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഇങ്ങനെ താഴെ വരും, കണ്ടു ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു ഇലക്ട്രോഡ്, ആ ഒരു സെൻട്രൽ ഇലക്ട്രോഡ് ഇറങ്ങി വരുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു
ഗ്യാപ്പിൻ്റെ തൊട്ടും എഴുതുണ്ട് ഇതിങ്ങനെ വന്ന് നിൽക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു സെൻട്രൽ ഇലക്ട്രോഡ് ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അതിന് ശേഷം നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഈ ഒരു ഗ്രൗണ്ട് ഇലക്ട്രോഡ് കണ്ട് എവിടെ നിന്നാണ് വന്നേക്കുന്നത്, നമ്മുടെ ആ ഒരു ബോഡിയിൽ നിന്ന്, ഈ ഒരു മെറ്റൽ ഷെല്ലിൽ നിന്നാണ് എടുത്തേക്കുന്നത്, ഒരു ഗ്രൗണ്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇതിന് മുന്നേ ഒരിടത്തോട്ടും ചാടാതിരിക്കട്ടെ, ഈ ഒരു വോൾട്ടേജ് എസ്കേപ്പ് ആവാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തേക്കുന്നു, ഇവിടെ ഫുള്ളായിട്ട് ഈ ഒരു ഇൻസുലേഷൻ കൊടുത്തേക്കുന്നു. അതിന് ശേഷം ചാടാനായിട്ട് സമ്മതിക്കുന്നത് എപ്പോഴാണ്, ഈ ഒരു ഗ്രൗണ്ട് ഇലക്ട്രോഡിലേക്ക് മാത്രമായിട്ട് നമ്മുടെ ആ ഒരു വോൾട്ടേജിനെ പാസ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കിയാൽ അറിയാം ഈ ഒരു ഷെല്ലിൽ നിന്നാണ് നമ്മുടെ ആ ഒരു ഗ്രൗണ്ട് സ്ട്രാപ്പ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ പല രീതിയിലുള്ള ഡിസൈൻ വ്യത്യാസങ്ങൾ വരാൻ കേട്ടോ. അതായത് ഈ ഒരു ഗ്രൗണ്ട് ഇലക്ട്രോഡ് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട് ഒറ്റ ഒരു ഇലക്ട്രോഡല്ലേ വന്നേക്കുന്നു, ഇതിൽ തന്നെ 3 ഇലക്ട്രോഡൊക്കെ വരുന്നത്, അങ്ങനെ മൾട്ടിപ്പിൾ ഇലക്ട്രോഡ്സ് വരുന്ന സ്പാർക്ക് പ്ലഗുകളുണ്ട്. പിന്നെ ഇതിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരുന്നു, അതായത് യു ഷേപ്പിലുള്ള ചെറിയ കട്ടിങ്, വി ഷേപ്പിലുള്ള ചെറിയ കട്ടിങ്, ഫ്ലാറ്റ് ആയിട്ടുള്ള കട്ടിങ്. ഇത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സെൻട്രൽ ഇലക്ട്രോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഷാർപ്പായിട്ട്, ഇറിഡിയത്തിനൊക്കെ കുറച്ചുകൂടെ ഷാർപ്പായിട്ടായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെ ഷാർപ്പായിട്ടുള്ള പോയിന്റുള്ള സ്പാർക്ക് പ്ലഗ്, പിന്നെ എന്താണ് ചെറിയ സ്റ്റാർ ഷേപ്പിലുള്ള, അങ്ങനെ ഇതിൻ്റെ ഷേപ്പിലും ഒക്കെ പല പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുത്താറുണ്ട്. അടുത്തായിട്ട് നമുക്ക് സ്പാർക്ക് പ്ലഗിന് വേണ്ട ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത തരത്തിലുള്ള ഒരു ഹീറ്റ് റേഞ്ചിനുള്ളിലാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്. അതായത് കൂടുതൽ ഹീറ്റ് അങ്ങ് കൂടിപ്പോയാലും പ്രശ്നമാണ്, കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. കുറഞ്ഞു പോയാൽ എന്നാണ് പ്രശ്നം, കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടാകും. അപ്പോൾ കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടായാൽ പിന്നീട് ഇതിൻ്റെ വർക്കിങ്ങിനെ ബാധിക്കും. അപ്പോൾ സെൽഫ് ക്ലീനിങ് വേണം. അപ്പോൾ സെൽഫ് ക്ലീനിങ് വേണം, നമുക്കറിയാം കാർബൺ ഡെപ്പോസിറ്റ് എങ്ങനെയാണ് നമ്മുടെ വണ്ടികളാണെങ്കിലും ഈ എന്താണ് റീജനറേഷനിൽ എന്താ ചെയ്യുന്നത്, ഒരു നിശ്ചിത ഹീറ്റിന് മേളിലേക്ക് എത്തുമ്പോഴേനാണ് അതിന് തന്നെ അതിനെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ സ്പാർക്ക് പ്ലഗിലും ഇങ്ങനെ കാർബൺ ഡെപ്പോസിറ്റ് ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ഏകദേശം 450 ഡിഗ്രി സെൽഷ്യസിൻ്റെ മുകളിലേക്കുള്ളൊരു ചൂട് നമുക്ക് സ്പാർക്ക് പ്ലഗിന് ആവശ്യമായിട്ടുണ്ട്. ഇനി എന്നാൽ പിന്നെ നല്ലപോലെ അങ്ങ് ഡെപ്പോസിറ്റൊക്കെ കളഞ്ഞേക്കാൻ ഇച്ചിരി ചൂട് കൂടുതലിരിക്കട്ടെ എന്ന് വിചാരിക്കാനും പറ്റത്തില്ല. കാരണം ഒത്തിരി ചൂട് അങ്ങ് കൂടിപ്പോയാൽ പ്രീ ഇഗ്നിഷന് വഴിതെളിക്കും. എന്താ ഈ പ്രീ ഇഗ്നിഷൻ എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു സിലിണ്ടറിലെത്തിയ എയർ ഫ്യൂവൽ മിക്സ്ചർ കത്തേണ്ട ഒരു സമയമുണ്ട്. ഇതിനകത്ത് എല്ലാം നടക്കേണ്ട, ഓരോ സ്ട്രോക്കും നടക്കേണ്ട സമയം പ്രീ ഡിറ്റർമൈൻ ചെയ്ത് വെച്ചേക്കുമല്ലോ. അതിന് മുന്നേ, അതായത് കത്തേണ്ട ടൈമിനും തൊട്ട് മുന്നേ കത്തുന്നതിനാണ് നമ്മൾ പ്രീ ഇഗ്നിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പ്രീ ഇഗ്നിഷൻ നടക്കാനായിട്ട് കാരണമായി വരും ഇത് ഓവറായിട്ട് ഹോട്ടായിരുന്നാൽ. അപ്പോൾ ഏകദേശം ഒരു 850 ഡിഗ്രി സെൽഷ്യസിന് താഴെയും പിന്നെ അതുപോലെ തന്നെ ഒരു 450 ഡിഗ്രി സെൽഷ്യസിന് മേളിലുമാണ് നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു റേഞ്ച് നിൽക്കേണ്ടത് മനസ്സിലായി. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ ഈ ഒരു ഹീറ്റ് എന്താണ്, ഈ ഏത് റേഞ്ചിൻ്റെ ഇടയ്ക്ക് നിൽക്കണം എന്ന് പറയുന്നാൽ 500 ഡിഗ്രി സെൽഷ്യസിനും 800 ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്ക് നിൽക്കണം എന്നാണ് കമ്പനികൾ പറയുന്നത്. പിന്നെ നമ്മൾ തമാശയ്ക്ക് പറയാറില്ല, ഏറ്റവും കൂടുതൽ ഫുഡിൽ ചൂഷണം അനുഭവിക്കുന്ന പൊറോട്ട ഇത്രയും എന്താ കുത്തലൊക്കെ സഹിച്ചൊരു സാധനമാണ് എന്നൊക്കെ നമ്മൾ പറയത്തില്ല. അതുപോലെ നമ്മുടെ എൻജിൻ പാർട്സുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാകും, അല്ലെങ്കിൽ ടെക്നോളജി വൈസ് നോക്കിയാൽ മനസ്സിലാകും, ഓരോ പാർട്സും ഒത്തിരി ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. സ്പാർക്ക് പ്ലഗിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2000 PSI പ്രഷർ, അതുപോലെ തന്നെ 15000 to 40000 വോൾട്ടിൻ്റെ ഇടയ്ക്ക് ഉള്ളൊരു കറണ്ടിനെ താങ്ങേണ്ടി വരുന്നു. അതുപോലെ തന്നെ 4500 ഡിഗ്രി ഫാരൻഹീറ്റുള്ള ഒരു ചൂടിനെ അതിജീവിക്കേണ്ടി വരുന്നു. ഇങ്ങനെ പല രീതിയിൽ അവിടുന്ന് ഇവിടുന്നുള്ള ഒരു സിറ്റുവേഷനിൽ ഇത്രയും കഷ്ടപ്പെട്ടൊരു സിറ്റുവേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. അതും എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു സാധനമാണ് സ്പാർക്ക് പ്ലഗ്. എൻ്റെ വീട്ടിലിങ്ങനെ അച്ഛൻ ഇങ്ങനെ ഇടയ്ക്ക് തമാശയ്ക്ക് പറയുന്ന ഒരു സംസ്കൃത ശ്ലോകമുണ്ട്. അതായത് മർക്കടസ്യ സുരാപാനം മധ്യേ വൃശ്ചിക ദംശനം തന്മധ്യേ ഭൂതസഞ്ചാരം കിം ഭ്രൂമോ വൈകൃതം സഖയെന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം കുരങ്ങെന്ന് പറഞ്ഞ ഇത്രയും വെകിൽ പിടിച്ചൊരു സാധനമാണ്. അപ്പോൾ ഈ കുരങ്ങാണെങ്കിൽ കള്ളു കുടിച്ചു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഓൾറെഡി വെകിൽ പിടിച്ചിരിക്കുന്ന കുരങ്ങ് കള്ളു കുടിച്ച് ഏത് ലെവലിൽ പോകും. അങ്ങനെ ആ ലെവലിലുള്ള കുരങ്ങിനെ വന്നിട്ട് തേള് കുത്തി. അപ്പോൾ അങ്ങനെ ആ ഒരു എക്സ്റ്റെൻഡിൽ നിൽക്കുന്ന കുരങ്ങിനെ ഭൂതബാധ അല്ലെങ്കിൽ പ്രേതബാധയും കൂടെ പിടിപെട്ടാൽ എങ്ങനെ ഇരിക്കും? അതിൽ അത്രയും അതിനെ അങ്ങ് നമ്മൾ പല രീതിയിൽ നിന്നുള്ള അറ്റാക്കുകൾ വന്നേക്കുവാണ് ഒരുമിച്ച്, അത് ഒരേ സമയത്ത്. അപ്പോൾ അങ്ങനെ ഒരേ സമയത്ത് ഇങ്ങനെ പ്രഷറിൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും അതുപോലെ തന്നെ കറണ്ടിൻ്റെയും ഒക്കെ ചൂഷണത്തിന് വിധേയമായാലും അതിലൊക്കെ പിടിച്ചു നിന്ന് നമ്മുടെ വണ്ടിയെ മര്യാദയ്ക്ക് മുന്നോട്ടേക്ക് നയിക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ശരിക്കും ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഹിസ്റ്ററി തൊട്ട് ഇങ്ങനെ പഠിച്ചു വെച്ചായിരുന്നു. പക്ഷേ ഞാൻ ആലോചിച്ചു ഈ 1859 ആ ഒരു പീരീഡ് തൊട്ടേ ഉള്ള ഹിസ്റ്ററിയും കൂടെ പറഞ്ഞിട്ട് നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കണമല്ലോ ഓർത്തിട്ടാണ് ഞാൻ അതൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ചൊന്ന് ചുരുക്കി സിംപ്ലിഫൈ ആക്കി പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ ബൈ.